മോർണിംഗ് റിപ്പോർട്ടിൽ ഇന്ന് അതിഥിയെ എത്തിയത് വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച അമിത് ചക്കാലക്കലാണ്. അമിത്, മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സിനിമയിലേക്ക് എത്തിയിട്ട് കുറേ വർഷങ്ങളായി. ആദ്യമായി നായകനായ ചിത്രം റിലീസായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ആരെങ്കിലുമൊക്കെ മൂവി കാണാൻ വരുമോ? കാര്യം എൻ്റെ പോലത്തെ ഒരാൾ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ സാധാരണ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ ഫസ്റ്റ് ദിവസം തിയേറ്ററിലോട്ട് ആൾക്കാർ എത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ എന്നെപ്പോലെ ഒരാൾ ചെയ്യുമ്പോൾ ആരെങ്കിലും ഫസ്റ്റ് ഡേ ഇനീഷ്യലി കാണാൻ വരുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷേ ആ ടെൻഷനെല്ലാം മാറിയത് കാര്യം പടം കണ്ടു കഴിഞ്ഞ് ആൾക്കാരുടെ റിപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആദ്യത്തെ ദിവസം ശരിയാണ്, ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷേ രണ്ടാം ദിവസം തൊട്ട് കണ്ടിറങ്ങിയ ആൾക്കാരുടെയും ഈ റിവ്യൂ എഴുതുന്ന ആൾക്കാരുടെയും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള പടത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ആൾക്കാർ കണ്ട് കേട്ട് അറിഞ്ഞറിഞ്ഞാണ് ഇപ്പോൾ സെൻറ്റേഴ്സ് എല്ലാം സക്സസ്ഫുള്ളി ഓടുന്നത്. ശരിയാണ്, ചിത്രം ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇപ്പോഴൊക്കെ തിയേറ്റർ ഹൗസ്ഫുള്ളായി മാറുകയാണ്. അതെ അതെ. പ്രൊമോഷൻ വർക്കിൽ എന്തെല്ലാം അപാകത പറ്റിയെന്ന് തോന്നുന്നു? കാര്യം ഇപ്പോൾ നമ്മൾ നോർമലി ഒരു മൂവി റിലീസാവാൻ പോകുമ്പോൾ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ ചാനൽസിലൊക്കെ നമുക്കൊരു പ്രോഗ്രാം സ്ലോട്ട്സ് കിട്ടും. പക്ഷേ ആദ്യം പ്രോഗ്രാം സ്ലോട്ട്സിൽ വിളിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ആരാ നായകൻ എന്നാണ്. അപ്പോൾ നായകൻ ഇന്ന ക്യാരക്ടർ ആകുമ്പോൾ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വിളിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാമുകളൊന്നും ആരും തന്നില്ല. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമുകളൊന്നും കിട്ടിയില്ല. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അവർക്കും ഫേസ് വാല്യൂ ഉള്ള ഒരാളെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ചിത്രം ഒരു കൊലപാതകത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. അതെ, പക്ഷെ എന്നാലും ആ ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു ഡാർക്ക് മൂവി അല്ല, ഒരു ഫാമിലി എന്റർടൈനറാണ്. അതെ, ഒരു ഫാമിലി എന്റർടൈനറാണ്. അതിൽ ഒരു ഫാമിലിയുടെ ഒരു വലിയ ഒരു മെസ്സേജും ഇതിൻ്റെ അകത്ത് കൺവേ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മളെല്ലാം ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോണ്ടാവുന്ന എടുത്തുചാട്ടങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ, അതാണ് മെയിൻ ത്രെഡ്. പിന്നെ ഇതിൻ്റെ ഒരു പറയുന്നതെല്ലാം ഒരു ഹ്യൂമറസ് ആയിട്ടാണ് കംപ്ലീറ്റ് ഫ്രം ബിഗിനിങ് അവസാനം വരെ പോകുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഒരു സീരിയസ് കുറ്റാന്വേഷണം അങ്ങനെയല്ല. ഇതിലെ ചിത്രത്തിന്റെ സംവിധായകൻ രജീഷ് മിഥില. അതായത് ഇപ്പൊ മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിൽ നിന്നൊരു ഭയങ്കര വ്യത്യാസമല്ല. കുറച്ചു കാലമായി മലയാളത്തിൽ ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് സിനിമയെ പറ്റി നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നോർമലി ഇതൊരു നടക്കുന്ന മൊത്തം ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. അങ്ങനെ ഒരു ഈ പള്ളിയിലെ അച്ഛനും ആ പള്ളിയും അവിടുത്തെ അദ്ദേഹം ഒരു പോലീസ് സ്റ്റൈലൊരാളാണ്. കാര്യം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അദ്ദേഹം നടത്തുകയാണ്. അപ്പോൾ അവിടെ എന്ത് നല്ല കാര്യത്തിനും എന്ത് നാട്ടുകാർക്ക് എന്ത് സപ്പോർട്ടിനും അച്ഛനുണ്ട്. എന്നാൽ ആരെങ്കിലും നാട്ടുകാർക്ക് ഒരു ദ്രോഹം വരുന്ന കാര്യം ഉണ്ടെങ്കിൽ മുട കണ്ട ഇടപെടുന്ന രീതിയിലുള്ള ഇടിയൻ അച്ഛനാണ്. അപ്പോൾ ഈ കഥ പറയുന്നത് ഒരു ത്രില്ലർ മൂഡിൽ എൻ്റയർ ആ ഗ്രാമത്തിലെ പ്രശ്നങ്ങളും എന്താ പറയുക ഒരു കോമഡി സ്റ്റൈലാണ് പറയുന്നത്. ഇപ്പോൾ ത്രില്ലർ മൂഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഫുൾ ഓൺ കുറ്റാന്വേഷണം, ഇടി ചവിട്ട് കുത്ത്, അങ്ങനെയല്ല. അത് ഒരു പ്രാക്ടിക്കലി റിയാലിറ്റി ആയിട്ടുള്ള, ഇപ്പോൾ ഇന്ന് നമ്മളുടെയൊക്കെ വീടിൻ്റെ അടുത്തൊരു ക്രൈം നടന്നാൽ അതിൻ്റെ അന്വേഷണം എത്രത്തോളം ഒരു പ്രാക്ടിക്കലും റിയലിസ്റ്റിക്കുമായിട്ട് എങ്ങനെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താവോ അങ്ങനെയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. പള്ളിയിലച്ചനാണ് സെൻട്രൽ കഥാപാത്രം. പള്ളിയിലച്ചനെ പറ്റി പറയുകയാണെങ്കിൽ പോലീസുകാരനായിരുന്നു. പോലീസ് പണി രാജിവെച്ചിട്ട് പള്ളിയിലച്ചനാവാൻ പോവാണ്. നമ്മൾ നേരെ തിരിച്ചു കേട്ടിട്ടുണ്ട് പോലീസുകാരെ പറ്റി, ഇയാളൊക്കെ പള്ളിയിലച്ചനാവേണ്ടതായിരുന്നു എന്നുള്ള ഒരു പ്രയോഗം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നേരെ തിരിച്ചാണ് ഇവിടെ. ഇതിൽ ശരിക്കും പുള്ളി ഈ അച്ഛൻ ക്യാരക്ടർ പള്ളിയിലച്ചൻ പോലീസ് കൊമ്പന എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പോലീസുകാരനാവാൻ ആഗ്രഹിച്ച് അതിൻ്റെ ട്രെയിനിങ് എല്ലാം നേടിയ ഒരാളാണ്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്ക് പോലീസ് ആവാൻ പറ്റാകുകയും പിന്നീട് അച്ഛനാവേണ്ട വരുന്നതാണ്. പക്ഷേ അയാൾ പള്ളിയിൽ അച്ഛനാണെങ്കിലും ആ ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ഒരു പോലീസ് സ്വഭാവം കയ്യിലുണ്ട്. ഒരു പോലീസ് അച്ഛനാണ് ശരിക്കും. അപ്പോൾ അവിടുത്തെ നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം ഇഷ്ടമാണ്. കാര്യം എന്തിനും ഏതിനും അച്ഛനുണ്ട്. അപ്പോൾ ആ ഒരു അച്ഛൻ ഒരു പവർഫുൾ ക്യാരക്ടറാണ് ഇതിൽ. അമിത് ഒരു പുതിയ നായകനാണ്. അതായത് ഇതുവരെ ചെറിയ റോളുകളൊക്കെ ചെയ്തു. അപ്പോൾ ഒരു നായകനായപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം ആളുകൾ പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്താതെ. നേരെ തിരിച്ച് പെർഫോമൻസ് വൈസ് ഈ പള്ളിയിലച്ഛനെ അമിത്തിന് ആഗ്രഹിച്ചതുപോലെയൊക്കെ ഒരു നായക ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ കരിയറിൽ ഇതിൽ തുടങ്ങിയപ്പോൾ മുതലുള്ളൊരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യം രജീഷ് ചേട്ടൻ ഈ ഒരു മൂവി പറഞ്ഞപ്പോഴും ഒരു വലിയൊരു ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഡേറ്റ്സിൻ്റെ പ്രശ്നവും അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നീട് പുള്ളി ചിന്തിച്ചത് വേണ്ട, ഒരു പുതിയ ആളെ വെച്ച് ചെയ്യാം, നമുക്ക് സമയമില്ല കളയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ചാൻസ് കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാബ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാര്യം ഇങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏതൊരു പുതിയൊരാൾക്കും വലിയൊരു ചലഞ്ചിങ്ങുമാണ്. എന്നാൽ വർക്കൗട്ട് ആയാൽ ഒരുപാട് നമ്മൾക്ക് ഒരു പ്ലസ് പോയിന്റ് ഉള്ള ക്യാരക്ടറാണ്. കാര്യം ഇപ്പം ഞാൻ എൻ്റെ സാധാരണ ഇതേപോലെ സംസാരിക്കുന്നൊരു പടം ചെയ്യുമ്പോൾ എളുപ്പമാണ്. പക്ഷെ ഇതിലൊരു സീരിയസ് ക്യാരക്ടർ ചെയ്യണം, അതിൻ്റെ ഒപ്പം ബാക്ക് സ്റ്റോറി ചെയ്യണം, 2 മേക്ക് ഓവർ ഉണ്ട്.
പിന്നെ വലിയ ആക്ടേഴ്സ് ആയിട്ടുള്ള നെടുടി ചേട്ടൻ, നന്ദു ചേട്ടൻ, ദിലീഷ് ചേട്ടൻ, ലാൽ സർ. ഒരുപാട് താരനിരയുണ്ട്. അതെ, ഇവരോടൊക്കെ ഇവരോടൊപ്പം അഭിനയിക്കുമ്പോഴെല്ലാം ഇവരെക്കാളും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നു ഫുൾ ത്രൂ ഔട്ട്. അപ്പം അത് കയ്യിൽ നിന്ന് പോകാൻ വളരെ എളുപ്പമുള്ളൊരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അഭിനയിച്ച് വെറുപ്പിച്ചു എന്ന് തോന്നിപ്പിക്കാനും പറ്റുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് ഞാൻ പറയുന്നേക്കാൾ എനിക്ക് തോന്നുന്നു കണ്ടിറങ്ങിയ ആൾക്കാരുടെ അഭിപ്രായവും ഈ പടത്തിനെക്കുറിച്ച് വിമർശിച്ചിരുന്നവരുടെ കിട്ടിയ അപ്രിസിയേഷനുമാണ് ഈ പടത്തിനെ ഇന്നിവിടെ നിർത്തുന്നത്. കാര്യം എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ അത് പടത്തിന് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ചിത്രത്തിനെ പറ്റി മറ്റൊരു വിശേഷണം പറയാനുള്ളത് സംവിധായകൻ തന്നെയാണ്. കഥയും ഡയലോഗും അദ്ദേഹത്തിന്റെ തന്നെയാണ്. അതിന്റെ പോസിറ്റീവ് സൈഡ്, അതിനെപ്പറ്റി കുറെ റിവ്യൂകളൊക്കെ വായിച്ചപ്പോൾ അതിനെപ്പറ്റി എനിക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്ത് ചേട്ടൻ്റെ ഒപ്പം ഈ പ്രൊഡ്യൂസേഴ്സിനെ കാണാൻ പോകുമ്പോഴെല്ലാം ആക്ടറിനെ കാണാൻ പോകുമ്പോഴും ഇത് പല പ്രാവശ്യം രജിഷയുടെ കഥ പറയുമ്പോഴെല്ലാം തൊട്ട് സൈഡിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. എനിക്ക് വേറെ ക്യാരക്ടറാണ് ആദ്യം ഇതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം പുള്ളി പറയുമ്പോഴും എനിക്ക് ആ പിക്ചർ എൻ്റെ മനസ്സിൽ ഒരു 10-20 പ്രാവശ്യം ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നടക്കുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അദ്ദേഹം ചൂടാവുമ്പോൾ എങ്ങനെയാണ്, എനിക്കൊരു ക്ലിയർ പിക്ചർ അദ്ദേഹത്തിൻ്റെ വായെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു പ്രത്യേക ഒരു എഴുതുന്നതിനും ഡയലോഗുകളെല്ലാം വളരെ നാച്ചുറലും റിയലിസ്റ്റിക് ആയിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ പറയുമ്പോഴും നമുക്കത് എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്കിതിൽ പെർഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. ലൊക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്ലി ആയിരുന്നു ഡയറക്ടർ, അതോ ഡയറക്ടറിനെ പേടിച്ച് ആദ്യമായിട്ടാണ് നായകനാവുന്നത്? അപ്പോൾ വലിയ ദൗത്യമാണ് ഏൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അത് അദ്ദേഹത്തിൻ്റെ വലിയ പ്ലസ് പോയിന്റ് ആണ്. അവിടെ ഈ പടത്തിൽ അഭിനയിച്ചേക്കുന്ന ഒരു 50% ആൾക്കാരും പുതിയ ആൾക്കാരും ആ ഏരിയ തന്നെയുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്തിയാണ് പുള്ളി ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളെയും പുതിയ ആൾക്കാരെയും വളരെ ലെജൻഡായിട്ട് അഭിനയിക്കുന്നവരെയും ഒരുമിച്ച് വെച്ച് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയേക്കുന്ന തന്നെ പുള്ളിയുടെ ഫ്രണ്ട്ലി നേച്ചറാണ്. അതായത് ഒരാളുടെ അടുത്ത് ഒരു ഡയറക്ടറാണ് നമുക്ക് ഫീൽ ചെയ്യില്ല, ഈ ഫീൽ ലൈക്ക് എ ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ഈസി ആയിട്ട് തന്നെ നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചെടുത്തൊരു മിടുക്കൻ ഡയറക്ടറാണ് പുള്ളി. ചിത്രത്തിൽ ആദ്യം ഒരു ഗ്രാമത്തിന്റെ കഥയൊക്കെ, ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് ചിത്രത്തിലുള്ളത്. എവിടെയായിരുന്നു ലൊക്കേഷൻ? ലൊക്കേഷൻ ഉളയിപ്പ് എന്ന് പറയുന്ന ചേർത്തല അപ്പുറമുള്ള ഒരു സ്ഥലമാണ്. ചേർത്തല എത്തുന്നതിന് മുമ്പ് ആ ഒരു ഐലൻഡിലാണ് 99% ഷൂട്ട് നടന്നേക്കുന്നത്. അപ്പോൾ ഡെയിലി രാവിലെ നമ്മളുടെ യൂണിറ്റിലെ ചേട്ടന്മാരെല്ലാം ഇത്രയും എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് വഞ്ചിയിൽ അപ്പുറത്ത് എത്തിച്ച് ഷൂട്ടെല്ലാം കഴിഞ്ഞ് രാത്രി ചിലപ്പോൾ നൈറ്റ് വെളുപ്പിന് വരെ ഷൂട്ട് പോകും, ഒരു 10-20 ദിവസം. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ വഞ്ചി തന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, വണ്ടി പോകത്തില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടാണ് എൻ്റയർ യൂണിറ്റ്. കാര്യം ഇതിൻ്റെ ഓരോ പാർട്ട് പ്ലേ ചെയ്തേക്കുന്നത്, ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, അസിസ്റ്റൻറ്റ് ഡയറക്ഷൻ ടീം, ആർട്ട്, പിന്നെ അതർ ആൾക്കാരുടെയും ഒരു പ്യുവർ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇന്ന് ഈ റിസൾട്ട് കിട്ടിയേക്കുന്നത്. ഈ എല്ലാ മേഖലയും പറ്റി പറയുകയാണെങ്കിൽ ചിത്രത്തിലെ പാട്ടുകളേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. മെജോ ജോസഫാണ് സംഗീതം നിർവഹിച്ചത്. അതുപോലെ തന്നെ ശ്രേയ ഘോഷൽ പാട്ട് പാടിയിരിക്കുന്നത്. കീരവാണി സാറും എനിക്ക് 20 വർഷം കഴിഞ്ഞ് മലയാളത്തിൽ പാടുന്ന ഒരു പാട്ടും ഇതിലുണ്ട്. കാര്യം പാട്ടുകളാണ് ഏറ്റവും ആദ്യം നമ്മൾ പടത്തിന് മുമ്പ് പുറത്തു വന്നത്. അപ്പോൾ പാട്ടിൻ്റെ ഐഡൻറ്റിറ്റിയും പാട്ടിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റിയുമാണ് പടത്തിനൊരു നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നത് തന്നെ. പിന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, കുറേ ആൾക്കാർ എഴുതിയതും പ്രത്യേകിച്ച് ഒരു മരണ സീക്വൻസിലുള്ളതാണെങ്കിലും ഇതിലെ റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിലും ഈ പടത്തിൽ ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്തിട്ടുള്ള 2 പാട്ടുകളാണ്. അത് കറക്റ്റായിട്ട് തന്നെ അദ്ദേഹം കമ്പോസ് ചെയ്ത് തന്നു എന്നുള്ളത് ഈ പടത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് തന്നൊരു കാര്യമാണ്. ചിത്രത്തിൻ്റെ റിവ്യൂകളൊക്കെ വായിച്ചപ്പോൾ ചിലതിൽ പറയുന്നു സസ്പെൻസ് ത്രില്ലർ, വേറെ ചിലതിൽ മിസ്റ്ററി ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ, കോമഡി ത്രില്ലർ. ഇതിൽ ഏതാണ് ശരിക്കും പടം? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു റിയലിസ്റ്റിക് ത്രില്ലറാണ്. കാര്യം എൻ്റെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ നാച്ചുറലായിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അന്വേഷണം പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും, അതിന് റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്കതാ ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പുതുമുഖങ്ങളുടെ കാര്യം പറയും, ചിത്രത്തിൽ വന്ന പ്രശ്നം പറയുകയാണെങ്കിൽ തന്നെ പുതുമുഖങ്ങൾ ഒരുപാടായിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പുതുമുഖങ്ങൾ ഒരുപാട് കടന്നു വരുന്നു, പുതിയ സംവിധായകർ വരുന്നു, പുതിയ താരനിര വരുന്നു. പക്ഷെ ഇപ്പോഴും ഈ തിയേറ്ററൊക്കെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് അവരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാര്യം പുതിയ ഒരു ആൾക്കാരെ വെച്ച് പടം ചെയ്യുമ്പോൾ ആ പടം അവർ തിയേറ്ററിൽ അവരുടെ ഷോന് വേണ്ടി ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അവരുടെ ആ ഷോ നിറയണം. തിയേറ്റർ പൈസ മുടക്കി ഇട്ടേക്കുന്നവർക്ക് വേണ്ടത് അവരുടെ ഷോ നിറയാൻ തന്നെ വേണം. അപ്പോൾ അതിന് പുതിയ ആൾക്കാരാകുമ്പോൾ ആൾക്കാർക്ക് അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ട് തിയേറ്ററിലോട്ട് വരാനുള്ള ട്രെൻഡ് കുറയും. പിന്നെ പടം നല്ലതാണ് എന്നുള്ള ഒരു വേർഡ് ഓഫ് ദ മൗത്ത് പബ്ലിസിറ്റി കിട്ടുമ്പോഴാണ് ആൾക്കാർ കയറി തുടങ്ങുക. ഈ ഒരു ടൈം ഗ്യാപ്പ് ഇടയിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ടെൻഷൻ വരുന്നൊരു ഗ്യാപ്പാണ്. കാര്യം അതിനുള്ള തൊട്ടടുത്ത് തന്നെ വളരെ വലിയ പടങ്ങൾ വരികയാണെങ്കിൽ അത്രയും നമുക്ക് പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ എടുത്ത് മാറ്റിക്കളയും. ഇപ്പോൾ ഒരു 100 സെൻറ്ററായിട്ടൊരു സിനിമ റിലീസിന് വരുമ്പോൾ ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ആൾക്കാർ അത്രയും കയറി തുടങ്ങിയില്ലെങ്കിൽ അത് 50 സെൻറ്ററായി കുറയാം.
പിന്നീടാണ് വേർഡ് ഓഫ് ദ മൗത്ത് വന്ന് സസ്റ്റെയിൻ ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ഈ വേർഡ് ഓഫ് ദ മൗത്തിലൂടെ വരുത്താൻ നമ്മൾ അല്ലെങ്കിൽ പടത്തിൻ്റെ റിസൾട്ട് പുറത്തെത്തിക്കാനായിട്ടുള്ള മീഡിയമാണ് ഇന്ന് ബാക്കിയുള്ള പബ്ലിസിറ്റി കാര്യങ്ങൾ. അത് സപ്പോർട്ട് നമുക്ക് കുറവായിരിക്കും. പിന്നെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കണ്ട ആൾക്കാർ, അതായത് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് പടം കണ്ട ആൾക്കാരുടെ അഭിപ്രായവും മീഡിയയിൽ നമ്മൾ ഇപ്പോൾ ഈ പടങ്ങളെക്കുറിച്ച് റിവ്യൂ എഴുതുന്നവരുണ്ടല്ലോ, അത് അവരാണ് ഒരുപാട് നമ്മളെ എന്താ പറയുക നല്ല സിനിമയാണെന്ന് അവർ കണ്ടതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവ് വൈബ്സ് എഴുതി. പിന്നെ കണ്ട ആൾക്കാരുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഓരോരുത്തരും എഴുതിയ കമൻറ്റ്സ് കണ്ടാണ് ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വന്നേക്കുന്നത്. കാര്യം നമ്മൾക്ക് റോഡിൽ ഓഡിങ്സോ TV പ്രോഗ്രാംസോ അതർ ക്യാമ്പയിനിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല പടത്തിന്. ഒള്ളി കണ്ട ആൾക്കാരുടെ അഭിപ്രായവും റിവ്യൂസ് എഴുതുന്നവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഈ തിയേറ്ററിൽ ഞാനൊന്ന് ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണം. എൻ്റയർ ടീം ഇസ് താങ്ക്ഫുൾ ടു യു ഓൾ. നല്ല ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്ന റിവ്യൂകളൊക്കെ ഞാൻ കുറേ റിവ്യൂകൾ നോക്കി, റിവ്യൂകളൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത്. മലയാളികൾ എന്തായാലും അംഗീകരിക്കാണ്ടിരിക്കില്ല പുതിയ സിനിമകൾ വരുമ്പോൾ, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ ഫീൽ ഗുഡ് മൂവീസിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സിനിമ ജോസഫൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് ജോസഫിന് ശേഷം പുതിയ സിനിമ അത്തരത്തിലൊരു നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമ്പാരിസൺ കാണും. ജോസഫ് ഈ പറയും പോലെ താരനിരയില്ലാത്തതിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ആദ്യമൊക്കെ വിമർശിക്കപ്പെട്ട ചിത്രമാണ്. പക്ഷെ പിന്നീട് തിയേറ്ററുകളിൽ വലിയ കയ്യടി നേടി. ചിത്രത്തിന് മറ്റു താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ നെടുമുടി വേണു, ഷമി തിലകൻ, ലെന തുടങ്ങി അമീർ നായിക, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ സീനിയേഴ്സ് ആർട്ടിസ്റ്റൊപ്പം ഇവരെ എങ്ങനെയുണ്ടായിരുന്നു? ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? സപ്പോർട്ടിനേക്കാളും എന്താ പറയുക, അവർ പ്രൊഫഷണലാണ്. ഇപ്പോൾ ഒരു സീനിലും അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി അവർ വർഷങ്ങളായിട്ട് ചെയ്തു വന്ന് വർഷങ്ങളായിട്ട് ഭയങ്കര അപ്രിസിയേഷൻ നേടിയേക്കുന്ന ആക്ടേഴ്സാണ്. ഞാൻ തുടക്കമായിട്ടുള്ള ആളും പിന്നെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ തുടക്കമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെങ്ങനെ ഒരു സീനിനെ അപ്രോച്ച് ചെയ്യുന്നു, അവർ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒബ്സർവേഷനിലൂടെ കുറേ പഠിക്കാനുണ്ട്. കാര്യം അവരുടെ കമ്മിറ്റ്മെൻറ്റും അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതും സ്ക്രിപ്റ്റ് പഠിക്കുന്ന രീതിയും അത്രയും നല്ല ആക്ടേഴ്സിനൊപ്പം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും കുറച്ച് ലിഫ്റ്റഡ് ആവും, നമ്മളും കുറച്ചും കൂടി പെർഫോമൻസ് ലെവലൊക്കെ ഇമ്പ്രൂവ് ആവും തോന്നുന്നു. കാര്യം ഈ പടം കണ്ട ആരും കുറേ ആൾക്കാർ പറഞ്ഞ് ഇതിൽ അഭിനയിച്ചേക്കുന്ന പുതിയ ആൾക്കാരും ഒരു പുതിയ ആൾക്കാരായിട്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. അത് ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. ഈ പുതിയ ആൾക്കാരെയും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെയും വെച്ച് കമ്പൈൻ ചെയ്തൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സീനിയർ ആർട്ടിസ്റ്റിനൊപ്പം അഭിനയിക്കാൻ പറ്റും. നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാതെ ചില റിവ്യൂകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നെടുമുടി ചേട്ടൻ്റെ ക്യാരക്ടർ ഇതിൽ പടത്തിൽ എന്താ പറയുക, ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ തുടങ്ങി വരുന്നത് വളരെ എന്താ പറയുക, വളരെ തമാശയിലൂടെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഈ പടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ചേട്ടൻ്റെ. അപ്പോൾ പിന്നെ ഇവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചേട്ടൻ അഭിനയിക്കുന്ന കാണുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും നമ്മൾ. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിലും ചേട്ടൻ ഓരോ ചെറിയ കൗണ്ടറിൽ ഇങ്ങനെ കോമഡി ആയിട്ടുള്ള സാധനങ്ങൾ വിടുമ്പോൾ ഓപ്പോസിറ്റ് നമ്മളാണ് നിൽക്കുന്നത്, അറിയാതെ തന്നെ ചിരിച്ചു കൊള്ളില്ല. പിന്നെ ചിരി വരാൻ പാടില്ല ആ സീനിൽ. അത്ര ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്. പൊട്ടിച്ചിരി ഉണർത്തുന്ന ഒരു ത്രില്ലറല്ലേ? അതെ, സത്യം, അതാണ് കറക്റ്റ് വേർഡ്. കാര്യം ത്രൂ ഔട്ട് നമ്മളെ ചിരിപ്പിച്ച് ഫാമിലി എന്ന കുടുംബത്തിന് ഒരു ഫാമിലി കാണാൻ വരുന്നവർക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. എന്നാൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നടക്കാവുന്ന സംഭവങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. എൽദോ എന്ന് പറയുന്ന ചേട്ടനാണ് എൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വളരെ അപ്രിസിയേഷൻ നേടിയതാണ് പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൽദോ എന്ന് പറയുന്ന ക്യാമറമാൻ്റെ വർക്ക്. കാര്യം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മൂവിയാണ്. ഫസ്റ്റ് ലാൽ ബഹദൂർ ശാസ്ത്രി ചെയ്തു, രണ്ടാമത്തെ മൂവി. അപ്പോൾ ഇതിലെ എല്ലാ ടീമിൻ്റെയും ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എൻ്റെ പാർട്ടാണെങ്കിലും ക്യാമറയുടെ പാർട്ടാണെങ്കിലും എഡിറ്ററിൻ്റെ പാർട്ടാണെങ്കിലും ഡയറക്ഷൻ ടീമിൻ്റെ ആണെങ്കിലും മ്യൂസിക്കിൻ്റെ എല്ലാവരുടെയും ഒരു എന്താ പറയുക ജീവൻ മരണ പോരാട്ടമാണ് ഈ മൂവി. കാരണം എല്ലാവർക്കും ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യായിരുന്നു. അത് ഇതിൻ്റെ പ്ലസ് പോയിന്റ് ആട്ടോ. എല്ലാവരും അവരുടെ ബെസ്റ്റ് 100 അല്ല 101 ഈ പടത്തിൽ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നല്ല ഒപ്പീനിയൻ ഒക്കെ വന്നു തുടങ്ങുന്നു. അപ്പം എങ്ങനെ ഈ വിൻസെന്റ് കൊമ്പനാച്ചിനെ പറ്റി എന്താണ് അമിത്തിന് ആ ക്യാരക്ടറിനോട്? എനിക്ക് അത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് തോന്നുന്ന കാര്യം, ഒരു ക്യാരക്ടർ മറ്റുള്ള ആൾക്കാർ പറയുകയും അല്ലെങ്കിൽ ആ ക്യാരക്ടർ പേര് വെച്ച് കുറേ ടിക്ടോക്കുകളിൽ വന്നു തുടങ്ങിയപ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ തന്നെ ഒരു പയ്യൻ ബ്രില്യൻ്റ് ആയിട്ട് ആ വിൻസെന്റ് കൊമ്പനെ ടിക്ടോക്കിൽ കൊണ്ടുവരികയും കുറേ ആൾക്കാർ ചെയ്യാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഫീലാണ്. നമ്മൾ ചെയ്ത ഒരു കാര്യം കുറേ ആൾക്കാർ അത് ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ഒരു വിജയമാണ്. ആ രജീഷേട്ടൻ അത് എഴുതിയ ക്യാരക്ടർ ഇന്ന് പല ആൾക്കാർ പല രീതിയിൽ ജീവൻ കൊടുക്കണം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പള്ളിയിലച്ഛൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പല രൂപത്തിലുള്ള പള്ളിയിലച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമകളിലും കോമഡിയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പള്ളിയിലച്ഛനെ കണ്ടിട്ട്, ഭയങ്കര ദയുള്ള അങ്ങനെ കണ്ടിട്ട്. ഈ വിൻസെന്റ് കൊമ്പനാച്ചിൻ്റെ പ്രത്യേകത എന്താണ്? രജീഷേട്ടൻ ഡയറക്ടറേട്ടൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പല ആക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു പോയിന്റ്, ഒരു പള്ളിയിലച്ഛൻ്റെ
ലോഹയൊക്കെ ഇട്ട് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർ കണ്ടിരിക്കാൻ ചിലപ്പോൾ മടിക്കുമോ അല്ലെങ്കിൽ അത് ശരിയാവുമോ എന്നുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് ടെൻഷനുമാണ്. കാര്യം ഇതൊക്കെ അവർ പറയുമ്പോൾ അവർ ഇത്രയൊക്കെ അഭിനയിച്ച ആൾക്കാരല്ലേ, അപ്പോൾ അത് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടാവുമോ. പക്ഷേ ചെയ്ത സമയത്ത് ഇന്ന് റിവ്യൂ എഴുതുന്നവരെല്ലാവരും സിനിമയോടൊപ്പം പടത്തിനെക്കുറിച്ച് എഴുതുമ്പോൾ വിൻസെൻറ്റ് കൊമ്പന ക്യാരക്ടർ ചെയ്ത ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഓരോ അപ്രിസിയേഷനും അല്ലെങ്കിൽ അത് നല്ലോണം വർക്കൗട്ടായി എന്നുള്ള കാണിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ചലഞ്ച് തന്നെയായിരുന്നു. ഇപ്പോൾ ആ ചലഞ്ച് മനസ്സിലുള്ളിലെ വലിയൊരു ഡൗട്ട് ഇന്ന് ആൾക്കാർ തരുന്ന അപ്രിസിയേഷനിലൂടെ ഐ എം ഫീലിംഗ് വാവ് ഹാപ്പി. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാ ആൾക്കാരും പൈസ കൊടുത്ത് തിയേറ്ററിൽ പോകുന്നത് നല്ല സിനിമ കാണാൻ വേണ്ടിയാണ്. കാര്യം ഒരാളും ഒരിക്കലും ബോറടിപ്പിച്ചാൽ അതിനെ നല്ലതെന്ന് പറയില്ല. എൻ്റർടൈൻഡ് ആക്കിയാൽ അവർ നല്ലതെന്ന് പറയും, റെക്കമെൻഡ് ചെയ്യും. ഇന്ന് ഈ മൂവിക്ക് കിട്ടിയത് വിജയം ഞങ്ങളിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, കണ്ട പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മൂവീസിനെ ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്താലാണ് നാളെ ഇതേപോലൊരു പുതിയ ഡയറക്ടറും പുതിയൊരു പ്രൊഡ്യൂസറും പുതിയ ആക്ടറും പുതിയ ടീമും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പുതിയൊരു ടീമിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ബാക്ക് ബോണാണ് എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും. കുറേ ആൾക്കാർ നമ്മൾ ഈ പടം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഷിബു ആൻഡ് സുജി എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് റിസ്ക് എടുക്കാം, വി വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞത് ചെയ്തത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയും വന്നെങ്കിൽ ഇതേപോലുള്ള സിനിമകളെ കാണണം, തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അമിത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ നായകനായി തന്നെ, നായകനും അതിനപ്പുറത്ത് നല്ല റോളുകൾ ചെയ്തിട്ട് കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും വാരിക്കുഴിയിലെ കൊലപാതകം നല്ല സിനിമയാണ്. കുറച്ച് കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് എത്തുന്ന ഒരു ത്രില്ലർ സിനിമ. തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.